അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കാളിയാറോഡ് മക്കാമിനടുത്താണ് കേട്ടോ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സിയാറത്ത് ചെയ്യാനൊരു അവസരം വന്ന് കിട്ടിയത്. അപ്പോൾ ആരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്, എന്താണ് ഇവിടുത്തെ ചരിത്രമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സൂഫി വര്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഷെയ്ഖ് അവറുകൾ ഇറാനിലെ ബാഗ്ദാദിൽ നിന്ന് വന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദീർഘകാലമായിട്ടുള്ള യാത്രക്കൊടുവിൽ ഈ പ്രദേശത്ത് അദ്ദേഹം വരികയുണ്ടായി. പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായി സമീപത്തുള്ള ഒരു മലയുടെ താഴ്വാരം അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്ന പ്രദേശം തേൻവാതിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പള്ളിയുടെ മുറ്റത്തു നിന്ന് നോക്കിയാൽ പാറയിൽ കൊത്തിവെച്ച പോലുള്ള ഒരു വാതിലിൻ്റെ രൂപം സമീപത്തുള്ള മലമുകളിൽ ഇപ്പോഴും കാണാം. അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പള്ളിയുടെ ചരിത്രം തന്നെ മതസൗഹാർദ്ദത്താൽ തിളങ്ങി നിൽക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ആത്മീയവും ഭൗതികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് സർവ്വമതസ്ഥരും ഒരുപോലെ സന്ദർശനം നടത്തുന്ന ഒരിടമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാത്രവുമല്ല, തങ്ങൾ കൃഷി നടത്തുന്ന കാർഷിക വിളയുടെ ഒരു പങ്ക് പള്ളിയിലേക്ക് സമർപ്പിക്കാറുമുണ്ട്. കൂടാതെ എണ്ണയും തേനും ജാറ മൂടാനുള്ള പട്ടും കാണിക്കയായി നൽകുന്നവരുമുണ്ട്. അതുപോലെ സന്താനമില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി അന്നദാനം നടത്തുന്ന പതിവ് കാഴ്ചയും ഇവിടെ കാണാവുന്നതാണ്. ഫെബ്രുവരി മാസത്തിലാണ് പള്ളിയിലെ ആണ്ട് നേർച്ച നടക്കുന്നത്. സിഹർ പോലുള്ളവ ബാധിച്ചവരും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങളും സംഭവങ്ങളും. ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.